ഇറാനെ ഒറ്റിക്കൊടുത്തത് ഒരു സ്ത്രീ ആണോ? നേരത്തെയും ഇക്കാര്യങ്ങൾ വലിയ ചർച്ചയായി മാറിയിരുന്നു. 2025 ജൂലൈ 10 ഇറാന്റെ മുൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി മുസ്തഫ കവാഖെബീൻ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ ഇറാൻ രാഷ്ട്രീയത്തിലെ പ്രമുഖർക്ക് നേരെ വലിയൊരു ആരോപണം അഴിച്ചുവിട്ടിരുന്നു. ഇറാനിലെ 120 ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഫ്രാൻസിൽ നിന്നും ഇറാനിലേക്ക് മാധ്യമ പ്രവർത്തകയുടെ വേഷത്തിൽ നുഴഞ്ഞു കയറിയ ഇസ്രയേൽ ചാര വനിതയുമായി രഹസ്യബന്ധം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇറാൻ ഭരണകൂടം അത് നിഷേധിച്ചു എന്ന് മാത്രമല്ല, മുസ്തഫായ്ക്ക് നേരെ അസത്യം പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇറാനിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ച ഖമനേയിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അടക്കം ഇറാനിലെ വിവിധ മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ രചിച്ച ഇറാന്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ അഭിമുഖം നടത്തിയ ജൂത വേരുകളുള്ള ഫ്രഞ്ച് മുസ്ലിം വനിതയാണ് കാതറിൻ പെറസ്. ഒടുവിൽ ഇറാനിലെ തന്റെ ദൗത്യം പൂർത്തിയായപ്പോൾ അവിടെ നിന്നും അപ്രത്യക്ഷമായി ജൂത മതത്തിലേക്ക് തിരിച്ചു ചെന്ന് ടൈംസ് ഓഫ് ഇസ്രയേലിലൊക്കെ ഇറാനെതിരെ ഇപ്പോഴും ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. കാതറിനെ ഇസ്രയേലും പാശ്ചാത്യ മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത് ധീരയായ മാധ്യമ പ്രവർത്തക എന്നാണ്. എന്നാൽ അറബ് ലോകത്തിന് കാതറിൻ ഒരു മൊസാദ് ഏജന്റാണ്. 1982 ഫ്രാൻസിലെ ഒരു ജൂത കുടുംബത്തിലാണ് കാതറിൻ ജനിക്കുന്നത്. സൈക്കോളജിയിൽ ബിരുദം കരസ്ഥമാക്കിയ കാതറിൻ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ വെച്ച് ഫിനാൻസിലും കമ്മ്യൂണിക്കേഷനിലും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. പഠനകാലത്താണ് യമൻ മുസ്ലിം പൗരനുമായ കാതറിൻ പ്രണയത്തിലാകുന്നത്. അയാളെ വിവാഹം കഴിക്കുന്നതിനായി കാതറിൻ ഇസ്ലാം മതം സ്വീകരിച്ച് സുന്നി ഇസ്ലാമിന്റെ ഭാഗമായി. ആ വിവാഹബന്ധത്തിൽ 2 മക്കളുമുണ്ട്. ഈ വിവാഹത്തിന് ശേഷമാണ് ഇസ്ലാമിക ലോകത്തെക്കുറിച്ചും അറേബ്യൻ നാടുകളെക്കുറിച്ചും കാതറിൻ മനസ്സിലാക്കി തുടങ്ങുന്നത്. ആ മനസ്സിലാക്കൽ പിന്നീട് ലേഖനങ്ങൾ രചിക്കുന്നതിലേക്ക് എത്തിപ്പെട്ടു. അറബ് നാടുകളിലെ എല്ലാം പ്രശസ്ത പത്രങ്ങളിലും കാതറിന്റെ സ്റ്റോറികൾ വന്നു തുടങ്ങി. കാതറിന്റെ വായനയുടെയും എഴുത്തിന്റെയും ലോകം പതിയെ ഷിയ ഇസ്ലാമിലേക്ക് ഒതുങ്ങി. സുന്നി ഇസ്ലാമിന്റെ ഭാഗമായ ഭർത്താവുമായി കാതറിൻ തെറ്റിപ്പിരിഞ്ഞു. 2014 ആ വിവാഹബന്ധം കാതറിൻ അവസാനിപ്പിച്ചു. കാതറിന്റെ ഇറാൻ അനുകൂല ലേഖനങ്ങൾ വായിച്ചിരുന്ന ഇറാനിലെ ഒരു പ്രമുഖ നേതാവാണ് കാതറിനെ അതിഥിയായി ഇറാനിലേക്ക് ആദ്യമായി ക്ഷണിക്കുന്നത്. ഫ്രാൻസിലെ ജൂത കുടുംബത്തിൽ ജനിച്ച് ഇസ്ലാം സ്വീകരിച്ച് ഇറാന്റെ ശബ്ദമായി തീർന്ന കാതറിനെ പാശ്ചാത്യർക്കെതിരെ ഒരു പ്രൊപ്പഗാൻഡയായി ഉപയോഗിക്കാം എന്നായിരുന്നു ഇറാന്റെ പ്ലാൻ. പതിയെ പ്രധാനപ്പെട്ട പല നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം കാതറിൻ ഉണ്ടാക്കിയെടുത്തു. സൈനിക തലവന്മാരുടെ വീട്ടിലെ നിത്യ സന്ദർശകയായ കാതറിൻ ആ വീടുകളിലെ സ്ത്രീകളുമായിട്ടും വളരെ അടുപ്പത്തിലായിരുന്നു. പല രഹസ്യങ്ങളും അവരിൽ നിന്ന് അവർ മനസ്സിലാക്കി വെക്കുകയും ചെയ്തു. അതിനിടയിൽ ഇറാനിലെ ന്യൂസ് ഏജൻസികൾക്ക് വേണ്ടി കാതറിൻ ലേഖനങ്ങളും എഴുതി നൽകുന്നുണ്ടായിരുന്നു. ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ വെബ്സൈറ്റിൽ പോലും കാതറിന്റെ സ്റ്റോറികൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. 2017 റഷ്യയുടെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ RT ചാനലിന് വേണ്ടി ഇറാന്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ അഭിമുഖം നടത്തിയതും കാതറിനായിരുന്നു. പിന്നീട് ഇറാനിൽ നിന്നും അപ്രത്യക്ഷയാകുന്ന കാതറിൻ 2021 ടൈംസ് ഓഫ് ഇസ്രയേൽ പോലെയുള്ള ഇസ്രയേൽ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നത്. ഇത്തവണ കാതറിന്റെ തലയിൽ ഹിജാബ് ഉണ്ടായിരുന്നില്ല. കാതറിൻ മുസ്ലിം പോലും ആയിരുന്നില്ല. കാതറിൻ സംസാരിച്ചതെല്ലാം ഇറാനെതിരെ ആയിരുന്നു. കാതറിൻ ലോകത്തിന്റെ എവിടെ നിന്നുകൊണ്ടാണ് ഇസ്രയേൽ മാധ്യമങ്ങളുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. കാതറിന്റെ യഥാർത്ഥ സ്വത്വം വെളിപ്പെട്ടതോടുകൂടി ഇറാൻ കാതറിനുമായി ഉണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും നിഷേധിച്ചിരുന്നു. അച്ചടിച്ചു വന്ന എല്ലാ ലേഖനങ്ങളും അവർ നശിപ്പിക്കുകയും ചെയ്തു. ഇറാന്റെ ആണവ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൊഹ്സെൻ ഫക്കീർസാദെ ഉൾപ്പെടെ ഇറാനിലെ പ്രമുഖ ശാസ്ത്രജ്ഞരെ വധിക്കാൻ മൊസാദിനെ സഹായിച്ചത് കാതറിൻ നൽകിയ ചില രഹസ്യ വിവരങ്ങളാണെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇറാന്റെ ഇന്റലിജൻസ് ഏജൻസികൾ വലവിരിച്ചിരിക്കുകയാണ് കാതറിൻ പെരസ് ശബ്ദം എന്ന ഫ്രഞ്ച് യുവതിയെ കണ്ടുപിടിക്കാൻ. ഇപ്പോഴും അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇറാൻ. ജൂൺ 13 മുതൽ ഇറാനും ഇസ്രയേലും തമ്മിൽ 12 ദിവസം യുദ്ധമുണ്ടായപ്പോൾ കരുത്തരായ സൈനിക തലവന്മാരെയും ആണവ ശാസ്ത്രജ്ഞന്മാരെയുമാണ് ഇസ്രയേൽ പെട്ടെന്ന് കൊന്നുകളഞ്ഞത്. ഉയർന്ന സുരക്ഷയുണ്ടായിട്ട് പോലും കൃത്യതയാർന്ന ആക്രമണത്തിലൂടെ ഇസ്രയേൽ അവരെ തീർത്തു കളഞ്ഞു. അത് ഇറാനെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിരുന്നു. അതീവ സുരക്ഷ ഉണ്ടായിട്ടും സൈനിക ജനറൽമാരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടത് ഇസ്രയേലിന്റെ ആക്രമണ മികവ് കൊണ്ട് മാത്രമല്ല, മറ്റെന്തോ കാരണം കൂടി ഉണ്ടെന്ന് ഇറാൻ അന്നൊരു സംശയം തോന്നിയിരുന്നു. ഒടുവിൽ ആ അന്വേഷണം ചെന്ന് അവസാനിച്ചത് കാതറിൻ പെരസ് ശബ്ദം എന്ന ഫ്രഞ്ച് യുവതിയിലേക്കായിരുന്നു. ജൂൺ 13 ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഓരോ ഇടവേളകളിൽ ഇറാനിലെ പ്രധാനികൾ ഒന്നൊന്നായി കൊല്ലപ്പെട്ട സ്ഥലത്തൊക്കെ കാതറിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഇക്കാര്യം ഇറാന്റെ ഇന്റലിജൻസിന് ബോധ്യപ്പെട്ടപ്പോഴേക്കും ആ മിഷൻ പൂർത്തിയാക്കി കാതറിൻ ഇറാൻ വിട്ടിരുന്നു.